നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയും യമനും ലബനാനും കത്തിയമരുകയാണ്. പശ്ചിമേഷ്യ ഇപ്പോൾ പുകയുന്നു. അടുത്തെങ്ങും അവിടെ സമാധാനം തിരിച്ചുവരുമെന്നും പറയാൻ വയ്യ. അമേരിക്കയിലെ ഭരണമാറ്റം കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാക്കിയിരിക്കുകയാണ്. ഗാസയിലെ സമാധാനത്തിൻ്റെ ഫോർമുലയുടെ ഭാഗമായി 50-ലധികം ബന്ദികളെ വിട്ടയച്ചിരുന്നു. ഇനിയുള്ളത് 59 പേരാണ്. അവരെ വിട്ടുതരുന്ന ചർച്ച എങ്ങുമെത്താതെ പൊളിഞ്ഞു പോവുകയും ചെയ്തു. ബന്ദികളെ വിട്ടയക്കാനുള്ള ചർച്ചയെല്ലാം പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ യുദ്ധമാണ് അടുത്ത നടപടി എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനുശേഷം പിന്നീട് നെതന്യാഹുവും ഇതേ വാക്കുകൾ തന്നെ ആവർത്തിച്ചു. ഹമാസിനെ നരകം കാണിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബന്ദികൾ ഒരാളെ പോലും ഇല്ലാതെ തിരിച്ചു തരണം. ബന്ദികളെയും ജീവനുള്ള ബന്ദികളെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും തിരിച്ചു കിട്ടണമെന്നും നെതന്യാഹുവും ആവശ്യപ്പെട്ടു. എന്നാൽ ഹമാസ് ഇതിനൊന്നും തന്നെ വഴങ്ങിയിട്ടില്ല. ഇതോടെ ഇസ്രയേലിനോട് കടുത്ത നടപടികളിലേക്ക് പോയിക്കൊള്ളാൻ ട്രംപ് അധികാരം കൊടുത്തു. കാരണം 5 ബന്ദികളാണ്, അമേരിക്കൻ ബന്ദികളാണ് ഇപ്പോൾ ഹമാസിൻ്റെ കൈവശമുള്ളത്. 59 പേരിൽ 5 പേർ അമേരിക്കൻ ബന്ദികളാണ്. ഇതിൽ 4 പേരും മരിച്ചു കഴിഞ്ഞുവെന്നും ഒരാളെ മാത്രം പുറത്തേക്ക് കൊടുക്കാമെന്നുമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതും ഹമാസ് ഇതുവരെ അനുസരിച്ചിട്ടില്ല. 4 ബന്ദികൾക്കൊപ്പം 4 ബന്ദികളുടെ മൃതദേഹങ്ങൾക്കൊപ്പം ജീവനുള്ള ഒരാളെ കൂടി തിരിച്ചയക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ വാക്കും ഇപ്പോൾ ഹമാസ് പാലിച്ചിട്ടില്ല. ഇതോടുകൂടി ട്രംപ് ഇസ്രയേലിന് അധികാരം കൊടുത്തിരിക്കുകയാണ് കടുത്ത നടപടികളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ ഗാസയിൽ ഇസ്രയേൽ സമാനതകളില്ലാത്ത ആക്രമണം തന്നെയാണ് ഇതിനുശേഷം നടത്തുന്നത്. അവസാനത്തെ ഹമാസിനെയും വകവരുത്തും എന്ന ഇസ്രയേൽ ഭീഷണിയിൽ പൊലിഞ്ഞു വീഴുന്നത് ആയിരങ്ങളുടെ ജീവനാണ്. ഇതിൽ സ്ത്രീകളും കുട്ടികളുമെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഇസ്രയേൽ അക്ഷരാർത്ഥത്തിൽ തന്നെ യുദ്ധമാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മരിച്ചു വീഴുന്നവരിൽ ഹമാസിൻ്റെ നേതാക്കന്മാരുണ്ട്. പക്ഷേ ഹമാസ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇവിടെ മനുഷ്യഹത്യ നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇസ്രയേൽ ഒരു തരത്തിലും ഇനി ഒരു പിന്നാക്കമില്ല എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഗസയിൽ മാത്രമല്ല ലബനാനിലേക്കും യുദ്ധം ഇപ്പോൾ പടർന്നു കഴിഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച ലബനാനിലെ 12ഓളം കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. 7 പേർ കൊല്ലപ്പെട്ടതായും 40 പേർക്ക് പരിക്കേറ്റതായും ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വടക്കൻ ഇസ്രായേലിലേക്ക് ലബനാനിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായതിന് പിന്നാലെയായിരുന്നു ഈ നടപടി. എന്നാൽ റോക്കറ്റ് ആക്രമണവുമായി ബന്ധമൊന്നുമില്ല എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. റോക്കറ്റ് ആക്രമണം സംബന്ധിച്ച വിശദാംശങ്ങൾ കണ്ടെത്താൻ വെടിനിർത്തൽ നിരീക്ഷണ സമിതിയോടും സൈന്യത്തോടും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരോടും ലബനാൻ പാർലമെന്റ് സ്പീക്കർ നബീബ് ബെഹ്റി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നു. ഇന്നലെ മാത്രം 32 പേർ കൊല്ലപ്പെട്ടു. ഗസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചതായി പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. ഗസയുടെ അധികാരമൊഴിയാൻ സന്നദ്ധമാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളുമായി വെടിനിർത്തൽ ചർച്ച തുടരുന്നതായും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ട്രൂമാനു പുറമെ പുതുതായി കോൾ വിൽസൺ യുദ്ധക്കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയക്കാനുള്ള അമേരിക്കൻ നീക്കം ഇപ്പോൾ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. തങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഇസ്ലാമിക് ഗാർഡ് നാവികസേനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരായ നീക്കത്തിൽ മാറ്റമില്ല എന്ന് യമനിലെ ഹൂതികളും അറിയിച്ചു. ഇന്നലെ രാത്രിയും യമനിലെ 5 ഇടങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാതെ ഗസയിൽ ആക്രമണം പുനരാരംഭിച്ച നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്തു. ഇന്റലിജൻസ് വിഭാഗം മേധാവിയെ നീക്കാനുള്ള തീരുമാനവും ഇസ്രയേലിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് ഊർജം പകർന്നു. അതുകൊണ്ട് തന്നെ 3 സ്ഥലങ്ങളിലും ഗസയിലും യമനിലും ലബനനിലും ഒരുപോലെ തന്നെ ആക്രമണങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ്. ഇതിനിടെ ഖത്തറും അമേരിക്കയും ജോർദാനും ചേർന്നൊരുക്കിയ സമാധാനത്തിൻ്റെ പാതയിൽ ഹമാസ് എത്തിയില്ല. ഗാസയിൽ മാത്രം ഇതോടെ 600 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൊല്ലപ്പെട്ടു. ഗാസയിലെ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തലവനായ ജനറൽ മഹ്മൂദ് അബു വത്ഫ കൊല്ലപ്പെട്ടതായി ചൊവ്വാഴ്ച ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ഗാസ മുനമ്പിലെ ഹമാസിൻ്റെ പോലീസിൻ്റെയും ആഭ്യന്തര സുരക്ഷാ സേവനങ്ങളുടെയും തലവനാണ് കൊല്ലപ്പെട്ട അബു വത്ഫ. ഗാസയിലെ ഹമാസിൻ്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗവും സർക്കാർ പ്രവർത്തന നിരീക്ഷണ സമിതിയുടെ തലവനുമായ
ഇസാം ദാലിസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഗസയിലെ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അദ്ദേഹം ഹമാസിന്റെ പ്രധാനമന്ത്രിയോട് സാമ്യമുള്ള ഒരു പദവിയാണ് അലങ്കരിക്കുന്നത്. ഗാസയിലെ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗവും ചില സ്രോതസ്സുകൾ പ്രകാരം യുദ്ധസമയത്ത് ഗാസയെ കൈകാര്യം ചെയ്തിരുന്ന ഹമാസിന്റെ അടിയന്തര കമ്മിറ്റിയുടെ തലവനുമായ അബു ഉബൈദ അൽ ജമാസിയും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ട്. ഗാസയിലെ ഹമാസിന്റെ നീതിന്യായ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ ഖട്ടയും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹമാസിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ബഹ്ജത്ത് അബു സുൽത്താനാണ്. അദ്ദേഹത്തിന്റെ സൈനിക വിഭാഗത്തിന് പുറത്തുള്ള സുരക്ഷാ സേനയുടെ ഉത്തരവാദിത്തമുള്ള മന്ത്രാലയം. ഇതുകൂടാതെ ഗാസയിലെ ഹമാസിന്റെ നീതിന്യായ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ ഖട്ട കൊല്ലപ്പെട്ടു. ഇന്ന് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് സലാ അൽ ബർദാവിലും ഭാര്യയും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളുമൊക്കെ കൊല്ലപ്പെട്ടതിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. ഗാസയെ ഒഴിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ഇസ്രയേലിന് മുന്നിലുള്ള ഒരേയൊരു പോംവഴി എന്ന് പറഞ്ഞ നെതന്യാഹു തെക്ക് വടക്കൻ ഗാസയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഹമാസിനെ അവസാനിപ്പിക്കാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് നെതന്യാഹു പറയുമ്പോഴും ഇസ്രയേൽ സൈന്യത്തിനുള്ളിലും ചില പൊട്ടിത്തെറികളും ഉണ്ടായിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ഉയർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനെ മാറ്റിയതായാണ് അറിവ്. ബന്ദികളെ വിട്ടുകിട്ടാത്തതിന് കാരണം നെതന്യാഹു ആണെന്ന വാർത്തകളും ഗാസയിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് ജനങ്ങളുടെ പ്രതിഷേധത്തിനും കാരണമായി. ഇതിനോടൊപ്പം തന്നെ അമേരിക്ക യമനിൽ പ്രഖ്യാപിച്ച യുദ്ധവും വളരെ മൂർധന്യത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഹൂതികളുടെ ചെങ്കടൽ പ്രതിരോധത്തിനെതിരെ അമേരിക്ക മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം യമനിൽ അമേരിക്കയുടെ ബോംബാക്രമണം ഉണ്ടായിരുന്നു. യമനിലെ ഹൂതികൾ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ അമേരിക്ക ആക്രമണം തുടരുമെന്ന് US പ്രതിരോധ സെക്രട്ടറിയും അറിയിച്ചു. ഇതേസമയം ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പ്രതികാരമായി ശനിയാഴ്ച ഇസ്രയേൽ ലെബനനിലും ആക്രമണം നടത്തി. ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന് ശേഷമുള്ള ഏറ്റവും വലിയ വെടിവയ്പിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഡിസംബറിന് ശേഷം 2ാം തവണയാണ് ലെബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വിടുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ച ഹിസ്ബുള്ള വെടിനിർത്തലിന് പ്രതിജ്ഞാബദ്ധമാണെന്നും കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള ഒരു കാരണമായി ഇസ്രയേൽ തങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്നും ശനിയാഴ്ച പ്രസ്താവനയിൽ അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെ ലെബനനിൽ നിന്നുണ്ടായ ഈ ആക്രമണത്തിന് ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുമുണ്ട്. റോക്കറ്റുകൾ ഇസ്രയേലി പട്ടണമായ മെതുലയെ ലക്ഷ്യമിട്ടതായിരുന്നു വന്നിരുന്നത്. ഇതേസമയം തെക്കൻ ഗ്രാമമായ ടുലീനിൽ നടന്ന ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം ശനിയാഴ്ച അറിയിച്ചിരുന്നു. ഇതോടെ HHH ഉൾപ്പെട്ട 3ഇടത്തും യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ ഗാസയിൽ ഹമാസിനെയും ലെബനാനിൽ ഹിസ്ബുള്ളയെയും നേരിടുമ്പോൾ അമേരിക്ക യമനിലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഭീകരതയുടെ തായ്വേരറുക്കാതെ ഇനി പശ്ചിമേഷ്യയിൽ സമാധാനം കൈവരില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.